നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയ കഥയുണ്ടല്ലോ, രോമമുഷ്ടിയും പഞ്ചായുധനും. ആ കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ എവിടെ പറഞ്ഞു നിർത്തിയത്? രോമമുഷ്ടിയുടെ നേരെ ബോധിസത്വൻ്റെ അവതാരമായ വിക്രമൻ എന്ന രാജകുമാരൻ പഞ്ചായുധങ്ങൾ നേടി ഗുരുകുലത്തിൽ നിന്നും തക്ഷശിലയിൽ നിന്നും വന്ന് വനഹൃദയത്തിലുള്ള രാക്ഷസനെ നേരിടുകയാണ്. ആദ്യം അമ്പും വില്ലും 50 അമ്പുകളെ ഇതു രാക്ഷസൻ്റെ നേരെ. ഒരെണ്ണം ദേഹത്ത് മുറിവുണ്ടാക്കിയില്ല, എല്ലാം തിരിച്ച് തെറിച്ചു പോയി. രണ്ടാമതായിട്ട് കുന്തമെറിഞ്ഞു, ഒരു ഫലം ഉണ്ടായില്ല, രാക്ഷസന് പരിക്കൊന്നും പറ്റിയില്ല. പിന്നെ മൂന്നാമതായിട്ട് വാളെടുത്തു, തലങ്ങ് വെട്ടാൻ കരുതി ചാടി പറന്ന് വെട്ടിയൊഴി. വാളങ്ങടെ ഒട്ടിഞ്ഞ് തെറിച്ചു പോയതേ ഉള്ളൂ. രോമമുഷ്ടിയുടെ രോമത്തിനുണ്ട് അത്ര കരുത്തേ. അതാ നാലാമതായിട്ട് അദ്ദേഹം ഗത ചുഴറ്റി 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 എറിഞ്ഞ് രാക്ഷസൻ്റെ നെഞ്ചുകൂടി ലക്ഷ്യമാക്കി എറിഞ്ഞു. ഇതിൽ തകരുന്നു വിചാരിച്ചു, ഒന്നും ഉണ്ടായില്ല. രാക്ഷസൻ നല്ല ഉഷാറായിട്ട് പിന്നെയും കയ്യും കെട്ടി നിൽക്കുക. വരട്ടെ ആയുധങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു കൊടുത്തയച്ച 5 ആയുധങ്ങളിൽ 4 എണ്ണം കഴിഞ്ഞു. ഇനി എന്താ തനിക്ക് തന്നിരിക്കുന്ന ആയുധം? രാജകുമാരൻ, എൻ്റെ ശരീരമില്ല, എൻ്റെ കരുത്തുള്ള ശരീരമില്ലേ, എൻ്റെ ശക്തിയില്ലേ, എൻ്റെ ജ്ഞാനമില്ലേ. ജ്ഞാനവും ശക്തിയും ഒരുമിച്ച് ചേർന്നാൽ എന്നെ ആർക്ക് തോൽപ്പിക്കാൻ പറ്റും? എനിക്കാണെങ്കിൽ ഇത് രണ്ടും ആരെ വേണമെങ്കിൽ തോൽപ്പിക്കാം. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് രാജകുമാരൻ രാക്ഷസന് നേരെ ഒട്ടും പതർച്ചയില്ലാതെ ഇനി നമ്മൾ തമ്മിൽ ആയുധങ്ങളല്ല, ദ്വന്ദ്വയുദ്ധം നടത്താൻ പോകണമെന്ന് പ്രഖ്യാപിച്ചു. ശരി എന്ന് പറഞ്ഞു ആഞ്ഞു പിടിച്ച് രാക്ഷസൻ പുറകോട്ട് പോയി നടന്ന് ഇവിടെ വന്ന് ഇടിക്കാൻ കയ്യോങ്ങും മുമ്പേ പഞ്ചായുധൻ പൊട്ടത്തും അങ്ങോട്ടോ വെട്ടി ഏറ്റില്ല. കൈ തെറിച്ച് കൈ വേദനിച്ചത് വെച്ചത്. ഇങ്ങനെ പല പ്രാവശ്യം രാക്ഷസൻ ഇടിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ രാക്ഷസൻ ഇപ്പോൾ തൊട്ടൊരു വിചാരം തുടങ്ങി. ഇതൊരു സാധാരണ മനുഷ്യനല്ലല്ലോ, 4 ആയുധങ്ങൾ എൻ്റെ നേരെ പ്രയോഗിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനാണെങ്കിൽ പണ്ടേ വളരെ പേടിച്ച ഓട്ടം ഓടി രക്ഷപ്പെട്ട് കയറിപ്പോയാൽ. ഇതങ്ങനെയല്ല നിൽക്കണേ, പിന്നെ എതിർത്ത് നിൽക്കുക. അപ്പോൾ എന്താ ഇയാളുടെ ശക്തി? ഇയാൾക്ക് എന്ത് ശക്തിയുള്ളത്? അപ്പോൾ നേരിട്ട് നോക്കുക. മാത്രമല്ല രാക്ഷസിന് ചെറിയ ഭീതി തുടങ്ങി. എന്താ ഭീതി? ഭയം. അപ്പം ചിലപ്പോൾ എന്നെ കൊല്ലുന്ന തോന്നുന്നു. ഞാനിവനെ കീഴടങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഇവനെ എന്നെ വച്ചിട്ടില്ല. പറഞ്ഞത് ശരിയാണ്, ഇനിയിപ്പോൾ മനുഷ്യമാംസം ഒന്നും ഇനിയുള്ള കാലം കഴിക്കാൻ പറ്റില്ലായിരിക്കും എന്ന് കരുതി നേരിട്ട് ചോദിച്ചു. ഇത്രയൊക്കെ ആയിട്ടും നിനക്കെടാ രാജകുമാരാ, ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് തോറ്റ് പിന്മാറി പോകാൻ മനസ്സില്ല അല്ലേ? നീ പിന്നെ എന്നോട് എതിർത്ത് വരികയാണല്ലേ? എന്ത് ശക്തിയുടെ നിനക്കുള്ളത്? അപ്പോൾ രാജകുമാരൻ, എനിക്കുള്ള ശക്തി കായികമായിട്ട് ഞാൻ ശക്തിമാനാണ്. ഞാൻ ശരീരത്തിൽ നല്ല ശക്തിയുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ജ്ഞാനം നേടിയവനാണ്. ഞാൻ തക്ഷശില സർവകലാശാലയിൽ പോയി ഗുരുകുലത്തിൽ താമസിച്ച് വിദ്യ നേടിയവനാണ്, അറിവ് നേടിയവനാണ്, ജ്ഞാനം നേടിയവനാണ്. അറിവാണ് എൻ്റെ ശക്തി. ആ ശക്തി ഇല്ലാതാക്കാൻ നിനക്ക് സാധിക്കില്ല രാക്ഷസ. രോമമുഷ്ടി, ഞാനിനി ബുദ്ധിയും ശക്തിയും ഒരുമിച്ച് ചേർത്ത് നിന്നോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ബുദ്ധിയും ശക്തിയും കൂടിയപ്പം കൊന്നത് തന്നെ, എന്നോട് യുദ്ധം ചെയ്ത് നീ ജയിച്ചത് തന്നെ എന്ന് പറഞ്ഞു. രാക്ഷസനാകട്ടെ ഒരു ഇതുപോലെ 2 ചുവട് മുന്നോട്ട് വച്ചിട്ട് വലത് കൈ അങ്ങോട്ട് ചുരുട്ടി പിടിച്ച് പഞ്ചായുധൻ രാക്ഷസനെ ഇടിച്ചു. ഒരു കാര്യമില്ല. ഓരോ തവണയും വാസ്തവത്തിൽ ഈ പഞ്ചായുധൻ്റെ ഇടി കൊണ്ട് രാക്ഷസൻ ജയിച്ചു വരികയും കുമാരൻ തോൽക്കുകയും ചെയ്യുമ്പോൾ ഭയപ്പെടേണ്ടത് കുമാരനാണ്. പക്ഷേ ബോധിസത്വൻ്റെ അവതാരമായ രാജകുമാരനുണ്ടോ ഭയം? അദ്ദേഹം ബുദ്ധൻ്റെ ഒരു അംശാവതാരമല്ലേ? അദ്ദേഹത്തിന് ശക്തിയുണ്ട്, ജ്ഞാനവുമുണ്ട്, അറിവുമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? രാക്ഷസൻ്റെ മനസ്സിലങ്ങോട്ട് പേടി കടന്നുകൂടി. ഇയാൾ സാധാരണക്കാരനല്ല, എന്നെ തോൽപ്പിച്ചേ അടങ്ങുന്ന വിചാരം. വീണ്ടും രാക്ഷസന്മാർക്ക് അപ്പോൾ തോന്നി, ഈ മനുഷ്യൻ്റെ ഈ രാജകുമാരൻ്റെ
തലച്ചോറിനകത്ത് നല്ല ബുദ്ധിശക്തി തലച്ചോറുണ്ടാവും തലയ്ക്കകത്ത്. രാക്ഷസന്മാരുടെ തലയ്ക്കകത്ത് കാര്യമായ തലച്ചോറൊന്നും ഉണ്ടാവില്ല, കളിമണ്ണ. അതുകൊണ്ടാവും താനിങ്ങനെ തന്നെ ഒരു പേടിയില്ലാത്തത്. തൻ്റെ തലയ്ക്കകത്ത് ബുദ്ധിശക്തിക്കുള്ള ഒന്നുമില്ലയെന്ന് ഈ രാജകുമാരൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് തൊട്ട് പിന്മാറാണ്ട് വീണ്ടും 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 തൻ്റെ നേരെ വരണത് എന്ന് കരുതി. അപ്പോൾ വേഗം രാക്ഷസൻ്റെ എല്ലാവിധ ആ അഹങ്കാരമൊക്കെ അങ്ങോട്ട് മാറി തൊഴുകയോട് കൂടിയിട്ട് രാജകുമാരനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഇത്ര അധികം നേരം എന്നോട് പയറ്റിൽ നിന്ന് തോറ്റിട്ടും ഒരു പരാജയബോധവുമില്ലാതെ ഒരു നിരാശയുമില്ലാതെ എന്ത് ശക്തി കൊണ്ടാണ് അങ്ങ് എൻ്റെ നേരെ വീണ്ടും വീണ്ടും എന്നോട് യുദ്ധത്തിന് വരുന്നത്? അങ്ങയ്ക്കൊരു ക്ഷീണവുമില്ലല്ലോ, അങ്ങയ്ക്ക് യാതൊരു വിധത്തിലും പിന്മാറണമെന്ന ചിന്ത പോലും ഇല്ലല്ലോ. എന്താണ് അങ്ങയുടെ ഇതിൻ്റെ ഭയം? അപ്പോൾ രാജകുമാരൻ, ഞാൻ എന്തിനു ഭയപ്പെടണം? എനിക്ക് നിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജ്ഞാനം നേടിയ ഞാൻ, അറിവുള്ള ഞാൻ എന്തിന് ഭയപ്പെടണം? ആരെ ഭയപ്പെടണം? ഇതാണ് മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിവ് നേടണം. അറിവാണ് നമ്മളിവിടെ ശക്തിയും. ഏത് വിധത്തിലും ആരോടും നമുക്ക് കാര്യങ്ങൾ നേടാനുള്ള ഒരു ആയുധം, ഏറ്റവും വലിയ ആയുധം നമ്മളുടെ ജ്ഞാനമാണ്. ജ്ഞാനം നേടണം. കുട്ടിപ്രായത്തിൽ തന്നെ ജ്ഞാനം നേടണം. ധർമ്മബോധം ഉണ്ടാകണം. അത് കഴിഞ്ഞിട്ട് എന്ത് തന്നെ എൻ്റെ ഒരു വജ്രം പോലെ കഠിനമാണ് ജ്ഞാനം. അതായത് എന്തൊരു മൂർച്ചയാണെന്നോ അറിവിന്. നമ്മൾ ഈ അറിവ് മറ്റുള്ളവർ പ്രയോഗിക്കുമ്പോൾ അവരുടെ നേരെ വജ്രം പോലെ തുളച്ചു കയറണേ. അപ്പം പിന്നെ അവർ പരാജയപ്പെടാതെ ഇരിക്കുമോ? നമ്മൾ തന്നെ ജയിക്കും. അതാണ് എൻ്റെ ശക്തി, എൻ്റെ ജ്ഞാനം, എൻ്റെ ശക്തി എന്ന്. രാക്ഷസൻ്റെ ഉള്ളിൽ അപ്പോൾ ആകെ പേടി കടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് സാധാരണ മനുഷ്യനല്ലെന്ന് എനിക്ക് ആദ്യമേ തന്നെ തോന്നി. ഇത്രയൊക്കെ അമ്പെയ്തുക, കുന്തമെറിയുക, പിന്നെ വാൾപ്രയോഗം, വാൾപ്പയറ്റ് നടത്തുക, ഇത് മനുഷ്യക്കുട്ടി സംസാരിക്കുന്നത്, ഈ കുട്ടി പറയുന്നതൊക്കെ സത്യമാണല്ലോ. സത്യം മാത്രമാണ്. രാക്ഷസൻ്റെ ഞരമ്പുകൾ ഭയം കൊണ്ടങ്ങോട്ട് രൂക്ഷമായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഭയം വന്നാൽ പിന്നെ എല്ലാ ശക്തിയും പോകും, ശരീരത്തിൻ്റെ ശക്തിയൊക്കെ പോകും. നമ്മൾ തന്നെ ഭയം എന്തെങ്കിലും ഒരു കാര്യം കണ്ടു, നമ്മളൊരു കയറാണ് കിടക്കുന്നത്, പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്കതൊരു പാമ്പായിട്ട് തോന്നി, നമ്മൾ പേടിച്ചു, നമ്മുടെ ശരീരം കറച്ചു, നമ്മുടെ ദേഹത്തിൻ്റെ ബലമൊക്കെ പോയി, നമുക്ക് എവിടെയെങ്കിലും ഇരിക്കണമെന്ന് തോന്നും. എന്ന പോലെ എപ്പോൾ ഭയം നമ്മുടെ ശരീരത്തെ, മനസ്സിനെ ബാധിച്ചു, അപ്പോൾ നമ്മുടെ ശരീരവും. ഇവിടെ അതാ സംഭവിച്ചത്. രാക്ഷസന് ഭയം കൂടി. ഈ മനുഷ്യനായ രാജകുമാരന് ഭയം കൂടി. എന്താ കാരണം? ഈ രാജകുമാരൻ ജ്ഞാനമുള്ളവനാണ്, ഈ രാജകുമാരൻ ശക്തിയുള്ളവനാണ്. തോൽപ്പിക്കാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല. രാജകുമാരൻ്റെ തലച്ചോറിനകത്തൊക്കെ നല്ല ബുദ്ധിയാണ്. എൻ്റെ കളിക്കകത്ത് കളി വണ്ണമെന്ന് തോന്നുന്നു, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞു. ഒക്കെ കഴിഞ്ഞ് ഒരു അടവും കൂടി എടുക്കാം എന്ന് കരുതി രാക്ഷസൻ പറഞ്ഞു, രാജകുമാര, ഞാനൊരു കാര്യം പറയട്ടെ, ഏതായാലും എൻ്റെ അടുത്ത് തോറ്റു, ഞാൻ നിന്നെ കൊല്ലാനും പോണില്ല, തിന്നാനും പോണില്ല, അതൊക്കെ പറഞ്ഞ പോലത്തെ നീ ഒരു പാവാന്ന് എനിക്കറിയാം. നീ പോക്കും, നിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിക്കോ, അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോക്കും, നിൻ്റെ പ്രജകളുടെ അടുത്തേക്ക് പോക്കും, ഞാൻ നിന്നെ ഒട്ടും ഉപദ്രവിക്കേയില്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് അനുവദിച്ചു വിട്ടു. നിൻ്റെ രാജ്യത്തേക്ക്, കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് വേഗം പോക്കോളൂ. അപ്പോൾ രാജകുമാരൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് പോകും. ഞാൻ പഠിക്കാനായിട്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാൻ ഗുരുദക്ഷിണ കൊടുത്ത് ഗുരുവിൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് ഞാൻ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. എൻ്റെ പ്രജകളെ സേവിക്കണം, എൻ്റെ അച്ഛനമ്മമാരെ സംരക്ഷിക്കണം, ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ട്. നിനക്കെന്താടാ കഴിവുള്ളത്? നിനക്കെന്ത് മാറ്റം ഉണ്ടാവാൻ പോണേ? നിനക്കൊരു മാറ്റം ഉണ്ടാവില്ല. നീ എല്ലാവരും, ഞാൻ ആരെയും ഭയപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, എല്ലാവരെയും സ്നേഹിക്കുകയാണ്, എല്ലാവരോടും ഭയഭക്തി ബഹുമാനത്തോടെയാണ് പെരുമാറുന്നത്. എനിക്കതിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ജ്ഞാനമുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? എന്ന പോലെ, എടാ രാക്ഷസ, നീ എവിടേക്ക് പോവും? എനിക്ക് രാജ്യമുണ്ട്, പ്രജകളുണ്ട്, എൻ്റെ അച്ഛനമ്മമാരുണ്ട്. നിനക്ക് രാജ്യമില്ല, ഒന്നുമില്ല, നീ കാട്ടിൽ തന്നെ കിടക്കും, ഈ ഗുഹയിൽ തന്നെ കിടക്കും. കാണുന്നവരൊക്കെ പേടിക്കും, പേടിച്ച് വിറച്ച് ഓടിപ്പോവും. അതിൽ ചിലരെയൊക്കെ ഓടിച്ചിട്ട് പിടിച്ച് നീ പിടിച്ച് തിന്നും.
നിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ കൊന്നു തിന്നലേ ഉള്ളൂ. അല്ലാണ്ട് നിനക്ക് എന്താണ് ജീവിതത്തിൽ ലക്ഷ്യം? ഇങ്ങനെ ഭീകരനായിട്ടും നരഭൂജിയായിട്ടും എന്തിനാ രാക്ഷസ എടാ രോമമുഷ്ടി, നീ എന്തിനാ ഇങ്ങനെ ജീവിക്കണത് എന്ന് കണ്ട് രാജകുമാരൻ അവിടെ പറഞ്ഞു. നീ അതേ സമയത്ത് ഈ വനത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പാട്ട് പാടുന്ന പക്ഷികളില്ലേ ഇവിടെ? എത്ര സന്തോഷത്തോടെ അവർ ജീവിക്കുന്നത് ഈ വനത്തിൽ പൂക്കുന്ന മരങ്ങളില്ലേ ധാരാളം. സുഗന്ധമുള്ള പൂക്കളുണ്ട്, ഭംഗിയുള്ള പൂക്കളുണ്ട്. എത്രയോ വൃക്ഷങ്ങളിൽ പഴങ്ങളുണ്ടാകുന്നു. ആ പഴങ്ങൾ തിന്നല്ലേ ഈ ജീവികളൊക്കെ ജീവിക്കുന്നത്. എന്ത് ഭംഗിയാ മുയൽക്കുട്ടികളെ മാനിനെയൊക്കെ കാണാനായിട്ട്. പക്ഷേ ഇതിനൊക്കെ ഈ പറഞ്ഞ എന്തെങ്കിലും ഉണ്ട്, ഇതിലെന്തിലെങ്കിലും സന്തോഷം കണ്ടെത്താൻ നിനക്കാകുന്നുണ്ടോ? എൻ്റെ രോമമുഷ്ടി, എടാ മഹാരാക്ഷസ, നീ ഇപ്പോഴും ഈ വീണ്ടും വീണ്ടും മഹാപാപം ചെയ്യും. ഇങ്ങനെയുള്ളവർക്ക് എന്താണെന്നറിയാമോ? പുനർജന്മത്തിലും പാപികളായി തന്നെ ജനിക്കും. നീ അടുത്ത ജന്മം അതുപോലെ ഇതിലും വലിയ രാക്ഷസനാകും, അല്ലാണ്ടൊന്നും നന്നാവാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അടുത്ത ജന്മം നീ ഈ ഭീകര രൂപത്തിലൊക്കെ തന്നെ ആവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ രാക്ഷസനെ ഉള്ളിൽ നല്ലൊരാലോചന വന്നു. ഈ രാജകുമാരൻ പറയുന്നത് ശരിയാണല്ലോ, തൻ്റെ ജന്മം ക്രൂരപ്രവർത്തികളുടെ ഒരു കൂടാരമല്ലേ. താൻ എന്തുമാത്രം മഹാപാപങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ ജന്മം തന്നെ കടന്ന് മരിച്ചാൽ പോലും അടുത്ത ജന്മം താൻ ഇതുപോലൊരു മഹാപാപം ചെയ്യുന്ന ജന്മമാവില്ലേ എന്നോർത്ത് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സങ്കടം വന്നു. ആ രാക്ഷസൻ്റെ മനസ്സിൽ ഒരു ചെറിയ മാറ്റം. ആ ക്രൂര മനസ്സിൽ ഈ ജ്ഞാനം അങ്ങ് ഏറ്റപ്പോൾ ശക്തിമാനായ രാജകുമാരൻ്റെ ഉള്ളിലെ ജ്ഞാനം, അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ദുഃഖം തോന്നി. താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മഹാപാപമാണല്ലോ ചെയ്തതെന്നോർത്ത് പശ്ചാത്തപിക്കാൻ തുടങ്ങി. മാത്രമല്ല അദ്ദേഹത്തിന് അതോടൊപ്പം രാക്ഷസൻ ഈ രാജകുമാരനെ അങ്ങ് തൊഴുതുകൊണ്ട് അദ്ദേഹത്തിന് തൊഴുതു പിടിച്ച്, അങ്ങ് പൊയ്ക്കോളൂ, രാജ്യത്തേക്ക് പൊയ്ക്കോളൂ, കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് പൊയ്ക്കോളൂ, അങ്ങ് പ്രജകളെ സ്നേഹിച്ചോളൂ, അവരെ സംരക്ഷിച്ചോളൂ, ഞാൻ അങ്ങയെ ഉപദ്രവിക്കില്ല, ഞാനിനി ആവുന്നതും പാപങ്ങളൊന്നും ചെയ്യാതെ കണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കാമെന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് രാജകുമാരൻ്റെ അടുത്ത് തൊഴുകയോടെ നിന്ന് രാജകുമാരന് യാത്രാനുമതി നൽകി. രോമമുഷ്ടിയും പഞ്ചായുധനുമായിട്ട് ഇപ്പോൾ മാരകമായ മുറിവേൽപ്പിക്കുന്ന ഏതെങ്കിലും ആയുധങ്ങൾ കൊണ്ടാണോ രാജകുമാരന് ആ രാക്ഷസനെ കീഴടക്കാനായിട്ട് സാധിച്ചത്? അല്ല, ശക്തിയും ബുദ്ധിയും കൂടി പ്രയോഗിച്ചപ്പോഴാണ്, അറിവ് പകർന്നു കൊടുത്തപ്പോഴാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, അറിവ് തരുന്നവൻ ഗുരുനാഥൻ, നമുക്ക് ഗുരുവാണ്. നമുക്ക് തരുന്ന അറിവുകൾ നമ്മൾ അതുപോലെ മറ്റുള്ളവർക്കും പറഞ്ഞു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.